കോട്ടയത്തെ ആകാശപാതയുടെ മേൽക്കൂര പൊളിച്ചു നീക്കണമെന്ന വിദഗ്ധ സമിതി റിപ്പോർട്ട്. തുരുമ്പെടുത്ത പൈപ്പുകൾ വേഗം നീക്കം ചെയ്യണമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പാലക്കാട് IIT, ചെന്നൈയിലെ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് റിസർച്ച് സെന്റർ എന്നിവർ ചേർന്നാണ് ബലപരിശോധനാ റിപ്പോർട്ട് നടത്തിയത്. സ്ഥാന തൂണുകൾക്കൊഴികെ മറ്റു തൂണുകൾക്ക് ബലക്ഷയമുള്ളതായും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. കഴിഞ്ഞ വർഷം നടത്തിയ പരിശോധനാ റിപ്പോർട്ടാണ് പുറത്തുവന്നത്. ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്നായിരുന്നു സ്ഥലം MLA കൂടിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രതികരണം. ആകാശപാതയിലെ ബലപരിശോധനാ പഠനം നടത്തിയ 2 സ്ഥാപനങ്ങളും സർക്കാരിന്റെ പരിധിയിലുള്ളതല്ല. പാപഭാരം ആരുടെയും തലയിൽ വെക്കേണ്ടതില്ലെന്നാണ് CPIM നിലപാട്. നിർമ്മാണ വൈകല്യം പരിഹരിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ കോട്ടയത്തെ ജനങ്ങളുടെ അടിയന്തര ആവശ്യം. കോട്ടയത്തെ ജനങ്ങളുടെ ആശങ്ക ഗൗരവതരമാണ്. തലയ്ക്ക് മീതെ നിലനിൽക്കുന്ന ഈ അസ്ഥികൂടം എപ്പോഴാണ് ആളുകളുടെ ജീവൻ എടുക്കുന്നതെന്ന ഭയാശങ്കയിലാണ് ജനങ്ങൾ നിൽക്കുന്നത്. നിർമ്മാണ വൈകല്യം ഉണ്ടാക്കിയ കോട്ടയം MLA തന്നെയാണ് ഇതിന് ഉത്തരം പറയേണ്ടത്, അതിൻ്റെ പാപഭാരവും പേറേണ്ടത്. 2015 UDF സർക്കാരിന്റെ കാലത്താണ് ആകാശപാത പദ്ധതിയുടെ നിർമ്മാണം തുടങ്ങിയത്. തുടർന്ന് LDF സർക്കാർ നിർമ്മാണം ഏറ്റെടുത്ത കിറ്റ്കോയ്ക്ക് കുടിശ്ശിക നൽകാത്തതിനെ തുടർന്ന് പദ്ധതി നിലച്ചു. പദ്ധതിയുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. കൈരളി ന്യൂസ്, കോട്ടയം.